ഏതായിരുന്നാലും ഇനി നമ്മളെ കാസിമിയാണ് ഇത് പറയാൻ പോകുന്നത്. എന്താ കാസിം പറയുന്നത്? പിന്നെ ഒരു ഔലിയപ്പാപ്പാനെ പിടിച്ചു വെക്കുമ്പോ സുബ്ഹാനല്ലാഹ് മൂപ്പര് നമ്മളെ മാപ്പിള ജാതി പെട്ടതന്നല്ല, ഖിതാൻ ചെയ്തില്ല. കേട്ടോളി. അവസാനം വിവരം കിട്ടിയത് മുറിച്ചിട്ടില്ലായിരുന്നു. തിരിഞ്ഞില്ല. ഷെയ്ഖുനാൻ്റെത് മുറിച്ചിട്ടില്ലായിരുന്നു. തിരിഞ്ഞില്ല. ഞാൻ ഇനി വിശദീകരിക്കണില്ല, എനിക്ക് പരിധിയുണ്ട്. തിരിഞ്ഞില്ലല്ലോ. പക്ഷെ ഇനി എന്താ ബാവ അതിനേക്കാൾ ഒരു പച്ച പറയല്. ഈ ഷെയ്ഖുനാൻ്റെത് മുറിച്ചിട്ടില്ല, മാർക്ക് കല്യാണം കഴിച്ചിട്ടില്ല, സാധനം നമ്മളാളല്ല. എന്നെ കാര്യം ഈ ജാതി കുറെ പുതിയ ഔലിയാക്കന്മാർ. ഔലിയാപ്പാപ്പാന്റെ കറാമത്ത് കോഴിക്കോട്ടെ നിലമ്പൂർ കേൾക്കും, നിലമ്പൂർ കോഴിക്കോട്ട് കേൾക്കും. അങ്ങനെ ആ കറാമത്ത് ഈ കാറ്റ് വീശുന്ന കറാമത്തിന്റെ ഔലിയാപ്പാപ്പമാരെ തന്നെ കാക്കണം. ഇത് നമ്മളും പറഞ്ഞത് ഇജാതി ഔലിയാക്കന്മാരെ കാക്കണം തന്നെ കരുതണ പോലെ. ഇനി ഒറിജിനൽ ആണെങ്കിലോ അവിടെ പ്രാർത്ഥിക്കാൻ തരുവില്ല. ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. റസൂലേ പറഞ്ഞോളൂ നിങ്ങൾ ജനങ്ങളോട്, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. അവിടെ അസ്ഹാബുൽ കഹ്ഫ് എന്ന ഔലിയാക്കളോട് നടത്തുമെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ വലിയത്തുല്ലാഹി മറിയം ബീവിയോട് നടത്തുമെന്ന് പറഞ്ഞില്ല, ആസിയ ബിൻത് മുഹാസിം എന്ന വലിയത്തിനോട് നടത്തുമെന്ന് പറഞ്ഞില്ല. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ. വലാ ഉശ്രികു ബിഹി അഹദാ, മറ്റാരോടെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ റബ്ബിൽ ഞാൻ പങ്കു ചേർക്കില്ല. ഇതും കൂടി നമ്മൾ പറയും. ഇനിയോ കാസിമി തന്നെ പറയാണ് വേറെ ഔലിയപ്പാപ്പാന്റെ പോലെ. എന്താണ് ഇവിടെ പറഞ്ഞതാണല്ലോ, ഔലിയാക്കന്മാരെ നമ്മൾ താറടിക്കുന്നു. ആരാ താറടിക്കണ കേട്ടോളി. കാസിമി പറയാണ് ഒരു ഔലിയപ്പാപ്പാന്റെ കോലം മൂപ്പർക്ക് വെള്ളത്തിൽ ഊതി കന്നാസിൽ ഊതി പിന്നെ അതിന് നേരം കിട്ടായിട്ട് കിണറ്റിൽ ഊതിയിട്ട് മുക്കിക്കൊണ്ടാൻ പറഞ്ഞു. നോക്കണം ഊത്തിന്റെ കോലം കേട്ടോളി. രോഗങ്ങൾ വരെ മാറ്റി എന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് ആരത് മാറ്റി? ആരുടേതാ മാറ്റിയത്? അത് ചില കാറ്റിന്റെ കറാമത്തുകളാണ്. ഞാൻ പറയും, കോഴിക്കോട്ടേര് പറയും, നിലമ്പൂരൊക്കെ ഒരുപാട് ആളുകൾ മാറ്റിയിട്ടുണ്ട്. നിലമ്പൂർക്കാർ പറയും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ശബക്കത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആനമയിൽ ഒട്ടകം എന്ന് പറയുന്ന സാധനം ഉണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ സ്കൂൾ ആനിവേഴ്സറി ഒക്കെ ഉണ്ടാവുമ്പോൾ ഞാനിത് കാണാറുണ്ടായിരുന്നു. ഈ ആനമയിൽ ഒട്ടകത്തിന്റെ ആളുകൾ സത്യത്തിൽ ആരാ? അതിൻ്റെ ആളുകൾ തന്നെയാ. നിങ്ങൾക്ക് അതും അറിയില്ല മനുഷ്യന്മാരെ. ഈ ആനമയിൽ ഒട്ടകം എന്ന പരിപാടി ഉണ്ട്. എന്താ, ഒരാൾ ഇങ്ങനെ തിരിക്കുക, അങ്ങനല്ലേ? ഇങ്ങനെ തിരിക്കുക, എന്നിട്ട് വെക്കുക, എന്നിട്ട് അതിന് പൈസ വെച്ചാൽ കമ്പനിക്ക്, കാലി അടിച്ചാൽ കമ്പനിക്ക്, അങ്ങനെയൊക്കെ പറയൂലേ? ഒന്ന് പറഞ്ഞു തരും മനുഷ്യന്മാരെ. ഇത് എന്താണ്? നമ്മളൊരാളങ്ങനെ നോക്കി നിൽക്കും. ഒരാളങ്ങനെ നോക്കിക്കുമ്പോൾ നമ്മൾ ഈ ആനമയിലൊട്ടകത്തിന് അടുത്തേക്ക് ഇങ്ങനെ ചെന്നാൽ ഒരാളിങ്ങനെ 10 നോട്ട്, 100 നോട്ട്, 50 നോട്ട് ഇങ്ങനെ വാരിക്കൊണ്ട് പോകുന്നുണ്ടാവും. വെക്കുന്ന ഇതിന് ഇയാൾ പോക്കറ്റിൽ ഇടുന്നു. വെക്കുന്ന 10 വെച്ചാൽ 100 കിട്ടുന്നത്. ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, മുതലാളിയാകാൻ ഇതന്നെയാണ് ചാൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഉടനെ നമ്മൾ വെക്കും. നമുക്ക് ജീവിതത്തിൽ പോക്കറ്റ് കീറിയെന്നല്ലാതെ എന്റെ അങ്ങനെയായത് ആനമയിലിന് ഒട്ടകത്തിന് വെച്ച ആള് ഒന്നിരിക്കാൻ അതിന്റെ ഓണറോ അല്ലെങ്കിൽ കൂടെയുള്ള ഹെൽപ്പറോ ഇതന്നെ. അപ്പൊ ഇത്തരം ഈ ശബക്കത്തിൽ വലിയ സംഗതിയാ. ഈ ശബക്കത്ത് ഇവിടെ സമൂഹത്തിൽ ഒരു പ്രത്യേകമായ ഒരു നെറ്റ്വർക്ക് ഇതിന്റെ പിന്നിലുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അത് ഓരോ പ്രദേശത്തും ആ നെറ്റ്വർക്ക് നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരു പ്രത്യേക സമൂഹം ഇതിന്റെ പിന്നിലുണ്ട്. വലിയൊരു അവസരത്തിൽ ഈ കന്നാസ് മുഴുവൻ തീർന്ന ഒരു 8 കൊല്ലം മുമ്പ് താനൂരിലേക്ക് അഡീഷണൽ ബസ് സർവീസ് ഉണ്ടായി. ആ മലപ്പുറം ജില്ലയിലേക്ക് പെണ്ണുങ്ങൾ മുഴുവൻ നേരം വെളുത്താൽ അങ്ങോട്ട്, ഇപ്പോഴുണ്ട്, ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ വിശദീകരിക്കണില്ല. അതൊക്കെ ആരോഗ്യകരമല്ലാത്ത ചികിത്സകളാകുന്നു. ചില പ്രദേശങ്ങളിലൊക്കെ ബസ് ഇങ്ങനെ ഫുൾ ലോഡ് വന്നിട്ട് ചിലയിടത്ത് വന്ന് ഇറക്കി പോകുന്ന ചില സിദ്ധപ്പണികൾ ഇന്നും നമ്മളെ നാട്ടിൽ നടക്കുന്നു. അതത്ര നല്ല ഒരു ഏർപ്പാടൊന്നുമല്ല. അതിന് വലിയ വിഷയം എന്താണെന്നറിയോ ഉണ്ടായത്? ഇങ്ങനെ ഊതി വെള്ളം ഊതിക്കൊടുത്ത് ഈ കന്നാസ് നിറച്ചു കൊണ്ടുപോയി ചാപ്പനങ്ങാടി, പരപ്പനങ്ങാടി, താനൂര്, തിരൂര്, വൈലത്തൂര്, കോട്ടക്കല്, കടുക്കുള്ള ചട്ടിപ്പറമ്പ്, ആ ഭാഗത്തുള്ള മുഴുവനും പൊടി പിടിച്ച കന്നാസ് മുഴുവനും ഒക്കട്ടു. വെള്ളം കുത്തിന് ഊതി കൊടുക്കാൻ നേരം കിട്ടാഞ്ഞിട്ട് കിണറ്റിൽ ഊതി മുക്കിക്കൊണ്ടുപോകാൻ പറഞ്ഞു എന്നാ പറഞ്ഞു. മനസ്സിലായില്ല? അത് അറിഞ്ഞിട്ടില്ല. അതാണ് ആ ഔലിയാപ്പാപ്പാന്റെ കോലം. വെള്ളത്തിൽ കന്നാസിൽ ഊതാൻ നേരമില്ലായിട്ട് കിണറ്റിൽ ഊതിയിട്ട് മുക്കിക്കൊണ്ടാൻ പറഞ്ഞു.
ഇയാളെ എതിർക്കല്ലേ കാസിമി. ചോദിക്കട്ടെ, ഈ കാസിമി ചെയ്തത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ താറടിക്കലാണോ? ഇത് മുജാഹിദികൾ പറഞ്ഞ ഔലിയാക്കന്മാരെ കളിയാക്കുക, അങ്ങനാക്കുക എന്ന് പറയും. അപ്പൊ ഇതാണ് മുസ്ലിയാക്കന്മാരുടെ ആരോപണങ്ങളുടെ